ഹലോ, ഇത് ഊട്ടി. ഞങ്ങൾ 3 പേരും ഒന്നിച്ചുള്ള ആദ്യത്തെ വെക്കേഷൻ. ഓരോ സഞ്ചാരിയെയും ഊട്ടിയിലേക്ക് അടുപ്പിക്കുന്നത് ഇവിടുത്തെ വെതർ തന്നെയാണ്. നീലഗിരിയിലേക്ക് പെയ്തിറങ്ങുന്ന മഞ്ഞിൽ തട്ടി വരുന്ന തണുത്ത കാറ്റുണ്ടല്ലോ, അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. പ്രകൃതിയുടെ കയ്യൊപ്പ് പതിഞ്ഞൊരിടം, അങ്ങനെ ഇതിന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ ക്യാമറ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും നല്ല കിടിലൻ ഫ്രെയിമാണ്. പിന്നെതാ ഊട്ടിയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ വാടാത്ത മഞ്ഞപ്പൂക്കൾ. പണ്ടൊക്കെ ആരെ ഊട്ടിയിലേക്ക് യാത്ര പോയാലും തിരികെ എത്തുമ്പോൾ ഈ പൂവിൻ്റെ ഒരു ബഞ്ച് അവരുടെ കയ്യിലുണ്ടാവും. ഇത് ഊട്ടിയുടെ ഐക്കോണിക് ബോട്ട് ഹൗസ്. ഊട്ടി ലേക്കിൻ്റെ കാംനെസ് പ്ലസ് ബാക്കിലെ നീലഗിരി മൗണ്ടെയിൻ, ഈ ലേക്കിലൂടെയുള്ള ബോട്ട് റൈഡ് അത് മിസ് ചെയ്യാൻ പറ്റില്ല. പിന്നെതാ ഊട്ടിയുടെ ഹൈലൈറ്റ് ടോയ് ട്രെയിൻ. ട്രെയിൻ വളരെ പതുക്കെയാണ് പോകുന്നത്, പക്ഷെ അതാണ് ഈ യാത്രയുടെ രസം. വിൻഡോസ് തുറന്നിട്ട് കഴിഞ്ഞാൽ സൈഡിലുള്ള ടണൽസും ഫോറസ്റ്റും അതേപോലെ തന്നെ ടീ എസ്റ്റേറ്റും ഒക്കെ കണ്ട് ഒരു മിനി ഫിലിം കണ്ടതുപോലെ ടോയ് ട്രെയിനിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. അവിടെ നിന്ന് നീലഗിരിയുടെ തണുത്ത കാറ്റിനെ പിന്നിലാക്കി മേട്ടുപ്പാളയം വഴി നേരെ കോയമ്പത്തൂരിലേക്ക്. ഇത് കോവൈ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ട്രീറ്റ്. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി വലിയ വലിയ ജ്വല്ലറീസും ടെക്സ്റ്റൈൽ ഷോപ്സും. നല്ല തിരക്കുണ്ട്. പിന്നെ ഈ തിരക്കും ആളും ബഹളവും ഒക്കെയാണല്ലോ നഗരത്തെ നഗരമാക്കി മാറ്റുന്നത്.